വന്നപ്പോ തൊട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും പറയണ്ടേ അശോക? ഐ എം വെയിറ്റിംഗ്. എന്തിന്? എന്തോ പറയാൻ വേണ്ടി വന്നവൻ ഞാൻ മിണ്ടാതിരുന്നാലല്ലേ നീ എന്നോട് സംസാരിക്കുള്ളൂ എന്ന്. അതിന് വെള്ളത്തിലെ മുതല, കരയിലൊരു സിംഹം. നിനക്ക് ആ കഥ അറിയോ? ഇവിടെ മുതലേ ആരാ സിംഹമാരാ? എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെ ആയി പോയടാ. ആ മുത്തശ്ശിക്ക് ഈ ഉത്തരവാദിത്തം വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാ പോരായിരുന്നോടാ. അവർക്ക് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. അതെ, നിന്നെ മാത്രമേ കിട്ടിയത്. ഒരു മിനിറ്റ് നോക്കട്ടെ. എന്താടാ? നിന്റെ തലവര മാഞ്ഞു പോയിട്ടുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, എന്റെ തലവിധി. എന്റെ കൂടെ എപ്പോഴും നീ മാത്രമേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും നിന്നോട് വന്ന് പറയണം. കർമ്മയോ? ശരിടാ, ഞാൻ പോട്ടെ. എടാ അശോക, എനിക്കിത് പറ്റില്ല കേട്ടോ. ഞാൻ എങ്ങനെയാടാ അവളോട് പോയിട്ട് ആ ലോയറിനെ കല്യാണം കഴിക്കാൻ പറയാ? എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടല്ലോ, ഞാനാ ചോദിക്കേണ്ടത്. സീതയോട് ഐ ലവ് യു എന്ന് ഫാദറൊന്ന് പറ. എടാ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യണ്ട, മനസ്സിലായോ? ഞാൻ എപ്പോഴാണ് അത് മിക്സ് ചെയ്തത്? നീയല്ലേ കൺഫ്യൂഷനിലുള്ളത്. നിനക്ക് സീതയെ ഇഷ്ടായത് കൊണ്ടല്ലേ ഇങ്ങനെ? അവളുടെ വീട്ടുകാർക്കൊക്കെ അത് ഓക്കെയാടാ. ആ ലോയർക്കും ഓക്കെയാണ്. ഇനി സീത മാത്രം ഓക്കെ പറഞ്ഞാ മതി. എത്രയും വേഗം അവരുടെ കല്യാണം നടക്കൂടാ. എടാ, ഞാൻ ആരാ? റാം. സീതയുടെ ലൈഫിൽ ഞാൻ ആരാണെന്ന് സത്യമായിട്ട് അറിയില്ല കേട്ടോ. റാം, നീ വീണ്ടും ഒരാളെ സ്നേഹിക്കണം. പ്രണയം ഒരിക്കലും റിജക്ട് ചെയ്യരുത് എന്നോട് പറഞ്ഞു തന്നത് സീതയാണ്. മേ ബി ഇറ്റ്സ് മൈ ടേൺ. സീതയെ ആ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയാ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് എനിക്ക് തോന്നുന്നേ. ദൈവം ഇപ്പോ വേറെ കുറെ കാര്യങ്ങളിൽ ബിസിയാടാ മോനെ. നിന്റെ കാര്യത്തിൽ സമയം ഉണ്ടാവില്ല. നീ പോയി നിന്റെ ഇഷ്ടം സീതയോട് പറ. അത് കഴിഞ്ഞ് അവര് വന്നോളൂ നിന്നെ വിഷ് ചെയ്യാൻ. എടാ, ഞാൻ സീരിയസ് ആയിട്ടായി പറയുന്നേ. എല്ലാ പ്രണയത്തിന്റെ അവസാനം കല്യാണം തന്നെ ആയിരിക്കണം എന്ന് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. എനിക്കാണെങ്കിൽ അതിനുള്ള ഭാഗ്യവും ഇല്ല. ഒന്ന് പ്രേമിക്ക പോലും ചെയ്യാതെ ലക്കില്ലെന്ന് പറയുന്ന വിഡ്ഢിയാ നീ. എടാ, ഞാനിപ്പോ ഈ കാര്യം പോയി സീതയോട് പറയുകയാണെങ്കിൽ എന്താ ഉണ്ടാവുമെന്നറിയോ? ഇത്രയും ദിവസം ഒന്നും പറയാൻ നടന്നവൻ ഓൾ ഓഫ് എ സഡൻ അവരുടെ കല്യാണം നിശ്ചയിച്ച സമയത്ത് അത് മുടക്കാൻ വേണ്ടി പറയാന്ന് വിചാരിക്കില്ലേ? അത് മാത്രമല്ല, ആ ലോയർ ഉള്ളപ്പോ എന്നെ അവൾക്ക് ഇഷ്ടാവും. അതിന് ഞാൻ ആദ്യം സത്യം പറയണ്ടേ? അല്ലാതെ എങ്ങനെ അവള് സമ്മതിക്കും? എടാ, ആ മുത്തശ്ശി എന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചതല്ലേ, അതെനിക്ക് നിറവേറ്റേ പറ്റൂ. ആഹാ, കുറച്ചു നേരം മുമ്പല്ലേ മുത്തശ്ശിയെ വഴക്ക് പറഞ്ഞേ? എടാ, എനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ആയിക്കോട്ടെ, മുത്തശ്ശിയുടെ ആഗ്രഹം നിറവേറ്റുന്നത് ഓക്കെ. നിന്റെ മുത്തശ്ശന്റെ ആഗ്രഹത്തെ പറ്റി അദ്ദേഹം തിരിച്ചു വന്നിട്ട് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദ്യം ചോദിച്ചാൽ നീ എന്തു പറയും? സീതമ്മ, ഞങ്ങളുടെ ഗീത മാമ 4 ഇംഗ്ലീഷ് റൈംസ് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. അതിപ്പോഴാണോ പറയുന്നത്? ഇത്രയും ദിവസം എന്തായിരുന്നു പണി? മറന്നുപോയി സീതമ്മ. എഴുതിയിട്ടില്ലെന്ന് പോയി പറ. സീതമ്മ, എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. നീ ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട. എനിക്കിപ്പോ ഉത്തരവാദിത്തം വന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ നിന്റെ ഉത്തരവാദിത്തം. നിന്റെ ലഞ്ച് ബാഗ് എവിടെ? നീ ഫണ്ണിയാണല്ലോ സീതമ്മ. കയ്യില് ലഞ്ച് ബാഗ് പിടിച്ചിട്ട് ലഞ്ച് ബാഗ് എവിടെയാണെന്നാണോ ചോദിക്കുന്നത്? ശരി, ഇനി ഈ കാര്യം പറഞ്ഞ് നീ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. എന്റെ തലയിൽ ഇപ്പോ 1000 കാര്യങ്ങളുണ്ട് മോളെ. വാ സീതമ്മ, ഒരു മിനിറ്റ്. ഇതെന്താ ഈ ചെയ്യുന്നേ? സീതമ്മ, നീ എന്റെ തലയില് 1000 കാര്യങ്ങൾ ഓടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനത് നോക്കുവായിരുന്നു. 1000 എന്ന് വെച്ചാ എത്രയാ? 100-നേക്കാൾ കൂടുതലാ? ഞാൻ അതൊന്ന് നോക്കട്ടെ. കുറുമ്പി വാങ്ങ്. സീതമ്മ,
ലക്കിക്കുട്ടി. താങ്ക് യു മോളെ. യു ആർ വെൽക്കം. പോയാലോ? സീതേ, സീതേ, പുതിയ ജോലി കിട്ടിയല്ലേ നമ്മുടെ ലോയറിന്റെ ഓഫീസിൽ. എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നേ? എടുത്തി, ഞാൻ അതൊന്നും ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അതെന്താ, ജോലി കിട്ടുന്ന നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അതിൽ തീരുമാനിക്കാൻ എന്താ ഉള്ളത്? ലോയർ നമ്മുടെ ആളാ. സമയമൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോളും. നീ വേറുള്ളിടത്ത് പോയി കഷ്ടപ്പെടുന്നതിനൊക്കെ ഇതല്ലേ നല്ലത്? രാവിലെ നിന്റെ ഏട്ടന് ഭക്ഷണം പോലും ഉണ്ടാക്കിയിട്ടില്ല. ചിലപ്പോ പ്രാകുന്നുണ്ടാവും. ഒരിത്തിരി വെള്ളം കുടിച്ചതാ. ഈ ഗ്ലാസ് ഒന്നും കൊണ്ടുപോയില്ല, ഇവിടെ വെച്ചിട്ടുണ്ട്. മനസ്സിൽ ചീത്ത പറയണ്ട. സീതേ, നീ ഇറങ്ങുവാണോ? ശരി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചതാ. ശരി, വിട്ടേക്ക്. നിന്റെ ചേട്ടൻ മര്യാദയ്ക്ക് സമ്പാദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു. സമ്പാദിക്കണ്ട, കിട്ടുന്നതെല്ലാം നശിപ്പിച്ച് കളയുവാന്നേ. നിനക്കാണെങ്കി മുത്തശ്ശി രുചിയുള്ള ഫുഡ് ഉണ്ടാക്കി തരില്ലേ? അന്ന് കടല വരട്ടിയത് ഉണ്ടാക്കി തന്നില്ലേ? നല്ല രുചിയായിരുന്നു. ഞാൻ ഇതുവരെ കടല അത്രയും ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല. നീ ഭാഗ്യം ചെയ്തവളാ. എനിക്ക് ആ ഭാഗ്യം ഇല്ലെന്ന് തോന്നുന്നു. നിന്റെയാണോ? എടുക്കട്ടെ. ശരി, പോട്ടെ. നിനക്ക് ലേറ്റ് ആവും അല്ലേ? ഇറങ്ങിക്കോ, ഞാനും ഇറങ്ങട്ടെ. ആ, സീതമ്മ, ആന്റി എന്ത് ചെയ്താലും നീ മിണ്ടാതിരിക്കുന്നത് എന്തിനാ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? വഴക്ക് പറ, ദേഷ്യം പിടിക്കേ. അങ്ങനെയൊന്നും ദേഷ്യം പിടിക്കാൻ പാടില്ല മോളെ. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പാവല്ലേ ആന്റി? ആന്റി പക്ഷെ ഓരോന്ന് പറഞ്ഞിട്ട് നിന്നോട് ദേഷ്യം പിടിക്കാറുണ്ടല്ലോ. അവരങ്ങനെയാ മോളെ. അവർക്കറിയാഞ്ഞിട്ടാ. നമ്മൾ ആരെയും വേദനിപ്പിക്കുന്ന പോലെ സംസാരിക്കാൻ പാടില്ല. ഓക്കെ? നമുക്കും ബുദ്ധിമുട്ടുകളില്ലേ? നമുക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്? നമുക്ക് താമസിക്കാൻ വീടുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്, നിന്നെ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്, നിനക്ക് ചോദിക്കുന്ന എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെന്താ ബുദ്ധിമുട്ട്? അവർക്കെന്താ ബുദ്ധിമുട്ട്? അവരെ നോക്കാൻ ആരുമില്ല മോളെ, അതുകൊണ്ടല്ലേ. അല്ല, നിന്റെ ലഞ്ച് ബോക്സ് അവര് കൊണ്ടുപോയില്ലേ? നീ എന്താ കഴിക്കുക? ഞാൻ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. നീ അത് ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. മോളെ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. മേ ബി ഇനി അങ്ങോട്ട് അമ്മ വരാൻ ലേറ്റ് ആവും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മോൾക്ക്? കൂടുതൽ ജോലിയുണ്ടോ? ഓക്കേ സീതമ്മ, നീ സമാധാനായിട്ടിരിക്കേ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. താങ്ക് യു. യു ആർ വെൽക്കം. എടാ, അക്കൗണ്ട്സ് എല്ലാം ക്ലീൻ ആണല്ലോ. ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും പ്രോബ്ലം? ഓഫീസിലെല്ലാം ഓക്കെയാ. ഓഫീസിൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാ പിന്നെ പ്രോബ്ലം എവിടെയാ? പറഞ്ഞാ നീ ദേഷ്യം പിടിക്കില്ലേ? നിനക്ക് എന്താടാ ഇത്? വീട്ടിലെ കാര്യങ്ങൾക്ക് നീ ശ്രദ്ധ കൊടുക്ക്. വീട്ടിൽ എന്ത് പറ്റി? വീട്ടിലെന്താ പ്രോബ്ലം ഒന്ന്? എപ്പോ നോക്കിയാലും നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുമല്ലോ. ശരി ശരി, വീട്ടിലൊരു പ്രോബ്ലം ഇല്ല. ഇവിടെ ഇപ്പൊ വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമ്മളിവിടെ എന്ത് ജോലിക്കാണോ വന്നത്, ആ ജോലി ഇപ്പൊ കഴിഞ്ഞില്ലേ. ഇനി ഞാനിവിടെ ബോസ് ആയിട്ടിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ നോക്കിയാ ഞാൻ പറയുന്നത് സത്യമല്ലേ? ശരി, ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. നീ എവിടെ വേണം? ബാ. ഞാൻ ഇങ്ങോട്ടാ വരുന്നേന്ന് അറിഞ്ഞിട്ട് സീത തന്നു വിട്ടതാ ഇത്. സത്യമായിട്ടും സീത തന്നെ തന്നതാണോ? കളവ് സത്യമാണെന്ന് പറഞ്ഞ് തെളിയിക്കാനുള്ള എക്സ്പീരിയൻസും നിനക്കില്ല.
ഇത് നീ അവിടെ നിന്ന് എടുത്തിട്ട് വന്നല്ലേ? എന്നാലും കുഴപ്പമില്ല, സന്തോഷമായി. സീതാ മാഡം, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. രാവിലെ തന്നെ കൂലി ചോദിക്കാൻ വന്നതാ? ആ, ഞാൻ തന്ന സമ്മാനം നിങ്ങൾക്ക് സന്തോഷായില്ലേ? വേറൊരു കാര്യം കൂടെ ഉണ്ട്. സീത ഇന്ന് തൊട്ട് ഇവിടുത്തെ ഓഫീസിൽ ജോലിക്ക് വരും. ഇങ്ങനെ പറഞ്ഞാ ഞാൻ പണം തരുമെന്ന് കരുതിയോ? ഛേ, അങ്ങനെ കള്ളം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പ്രൂഫായിട്ട് ഈ പാത്രം കൊണ്ടുവന്നത്. ഇത് ഒരു നേരത്തേക്കല്ലേ തികയൂ? എന്റെ വയറ് ഒരു നേരം മാത്രമേ നിറയൂ. ജീവിതകാലം മുഴുവൻ അത് നിറയട്ടെ. അപ്പോ നിന്റെ ദാഹം തീരും. ഔട്ട്. Walking to the jungle, walking to the jungle, walking to the jungle. അത് കഴിഞ്ഞിട്ട് എന്താ മുത്തശ്ശ? ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇതൊന്നും അറിയാനും പാടില്ല മോളെ. ഞങ്ങളുടെ കാലത്തെ കവിത ഒന്നെന്ന് ചൊല്ലുമ്പോ ഒന്നിച്ച് നിൽക്കണം. അല്ലാതെ നീ പാടിയതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ആ, മനസ്സിലായി. I see in the അവരെന്താ ഹായ് പറയാത്തെ? നീ ഒരു ഹായ് കൂടി കൊടുക്ക്. ഹായ് ഹായ്. My name is Sihi. SIHI. S capital. നിങ്ങളുടെ പേര്? എന്താ അങ്ങനെ നോക്കുന്നേ? ഹോ, ലഞ്ച് ബോക്സാ? ഇതാ. എന്റെ സീതമ്മ സൂപ്പർ ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതാ എടുക്ക്. മോളെ, ടിഫിൻ ബോക്സ് നീ അവർക്ക് കൊടുത്തില്ലേ? ഇനി മോളെന്ത് കഴിക്കുക? മുത്തശ്ശ, സ്കൂളിൽ വെച്ച് ഷെയർ ചെയ്യാമല്ലോ. പക്ഷേ സീതമ്മയോട് പറയണ്ട. ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് സീതമ്മയുടെ ബോക്സ് കൊടുത്തു. ഇവരും പാവമല്ലേ മുത്തശ്ശ? എനിക്ക് സീതമ്മ, മുത്തശ്ശി, നിങ്ങള് എല്ലാവരും ഉണ്ടല്ലോ. പക്ഷേ ഇവർക്ക് ആരുമില്ല. അതുകൊണ്ടാ ഞാൻ ബോക്സ് കൊടുത്തേ. എന്റെ ചക്കര കുട്ടിയാ നീ. ആ ദൈവം നിന്റെ ഉള്ളിലാ ഉള്ളത്.
എന്നും ഇങ്ങനെ ആകണം മോളെ. ആ. വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ ബാങ്കിൽ ചെന്ന് ചെക്ക് മാറാൻ നോക്ക്. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ കല്യാണം നടത്തി തന്ന പൂജാരി എന്നോട് പറഞ്ഞിരുന്നു, നോക്കൂ വിശ്വജിത്ത്, ഇത് നിന്റെ ധർമ്മപത്നി, നിന്റെ വാമഭാഗമായിട്ടുള്ളവള്, നിങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ഗംഭീരമായിരിക്കും. ഫുൾ അണ്ടർസ്റ്റാൻഡിംഗ് റണ്ണിങ് ബിറ്റ്വീൻ ദ ബ്രിഗേഡ്സ് എന്ന. ഒരു സിംഗിൾ എടുത്ത സ്ട്രൈക്ക് കൈമാറിയല്ലേ കളിക്കാൻ പറ്റുള്ളൂ. വെറുതെ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് നിന്റെ കളി കണ്ടുകൊണ്ടിരിക്കുവാ ഞാൻ. നീ പറയുന്നതിനൊക്കെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഭാർഗവ്, ഇപ്പൊ അച്ഛൻ എന്തായാലും വീട്ടിലില്ല. സോ എപ്പോഴും നീ പറയുന്നത് ഞാൻ കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അല്ല ഭാർഗവ്, ഇതെല്ലാം നിന്റേതാണല്ലോ. എന്നിട്ട് നിനക്കെന്താ ഇത്ര അത്യാഗ്രഹം? വരുന്ന എല്ലാ പണവും നിനക്ക് തന്നെ വേണമെന്നാണല്ലോ. ഒരു പേരിന് മാത്രം ഇതൊക്കെ എന്റെ. പക്ഷേ വിലയുള്ളത് അവൻ ഇടുന്ന 2 ഇഞ്ച് സൈന് മാത്രം. വായടച്ച ചെക്ക് കൊണ്ടുപോയി ബാങ്കിലിടാൻ നോക്ക്. എന്ത് ചെയ്യാനാ, ചില സമയത്ത് വേണ്ടെങ്കിലും നീ പറയുന്നതിനൊക്കെ മൂളേണ്ടി വരും. അല്ല, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ക്യാച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്തല്ലോ. അപ്പൊ ഒരു ചെക്ക് ഡ്രോപ്പ് ചെയ്യുന്നതിനെന്താ? നിങ്ങളെന്താ പറഞ്ഞു? ഏയ് ഒന്നുമില്ല ഭാർഗു, ചെക്ക് ഡ്രോപ്പ് ചെയ്തോളാം. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരാതിരിക്കത്തില്ലല്ലോ. പാവം, നീ റാമിനൊരു പണി കൊടുക്കാൻ നോക്കി. പക്ഷെ നീ പോലും അറിയാതെ നിനക്കാരെ ഒരു മുട്ടം പണി തന്നു. നിങ്ങളുടെ വായടക്കുന്നുണ്ടോ? വിശ്വ, ഇതാരാ ഇത് ചെയ്തത്? നീയല്ലേ ചെക്ക് കയറിയത് വിശ്വ? ഭാർഗവ്, കൂൾ, കാം ഡൗൺ. നോക്ക്, ഇത് സത്യമായിട്ട് ഞാൻ ചെയ്തതല്ല. എനിക്ക് നിന്റെ അത്ര അത്യാർത്ഥി ഇല്ല ഭാർഗവ്. വേണമെങ്കിൽ റാമിന്റെ അടുത്ത് പോയി ഒരു സിഗ്നേച്ചർ കൂടെ വാങ്ങിച്ച പോരെ? എന്തിനാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? വിശ്വ, നിന്റെ വായടക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എനിക്കിത് കിട്ടാതിരിക്കാൻ നീയല്ലേ ചെക്ക് കയറിയത് വിശ്വ? നീയല്ലേ ഇത് ചെയ്തത്? ഭാർഗവ്, ഞാൻ ചെയ്തിട്ടില്ല. സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. നോക്ക്, ഈ കബോർഡ് നിന്റെ അല്ലേ? ഈ ചെക്ക് വെച്ചത് നീയല്ലേ? ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല ഭാർഗവ്. വിശ്വ, ഡോണ്ട് ടെസ്റ്റ് മൈ പേഷ്യൻസ്. എന്റെ അടുത്ത് തമാശ കളിക്കരുത്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് വിശ്വ. ഭാർഗവ്, അടങ്ങുന്നുണ്ടോ? ഞാനല്ല ചെയ്തതെന്ന് നിന്നോട് പറഞ്ഞില്ലേ? അല്ല, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും വേണം, പിന്നെ നിന്റെ വായിലിരിക്കുന്നത് കേൾക്കും വേണോ? ഗീത, ശ്വേത, ആരാ കാലത്ത് എന്റെ റൂം ക്ലീൻ ചെയ്തത്? ആരാണെന്ന് ചെക്ക് എടുത്ത് കേറി തിരിച്ചു വെച്ചിരിക്കുന്നു. മര്യാദയ്ക്ക് ആരാ ഇത് ചെയ്തതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിപ്പിക്കേണ്ടി വരും. ഇഡിയറ്റ്സ്, നിങ്ങളോടല്ല ഞാൻ ഈ ചോദിക്കുന്നു, എന്നിട്ട് താഴേക്ക് നോക്കി നിൽക്കുന്നു. ആരാണെന്ന്? ഞാൻ അമ്മയുടെ റൂം ക്ലീൻ ചെയ്തത്. അവിടെ ചെക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞോ? വേറെ ആരെവിടെ ഉണ്ടായിരുന്നേ? അയ്യോ മാഡം,
എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത് മാഡം? അയ്യോ, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ പോയി നിങ്ങളെ ജോലി ചെയ്യേ. ഇവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക. ചെല്ലേ, പോ, ചുമ്മാതെ വഴക്ക് കേട്ടോണ്ട് നിൽക്കാതെ. ഏട്ടാ, നിങ്ങളുടെ ഭാര്യയുടെ മുഖഭാവം കാണുമ്പോ എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. എന്താണെന്നോ, ചിലരുണ്ടല്ലോ ഏട്ടാ, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, കള്ളന്മാരാണെന്നൊരു ധാരണയുണ്ട്. പക്ഷേ അവരെ പോലുള്ളവര് മുകളിലിരുന്ന് ഓർഡർ കൊടുക്കും. ഇപ്പോ നീ എന്റെ ബ്രദറല്ലേ, 2 പേർക്കും ഈക്വൽ റൈറ്റാ. നിന്റെ ഷെയർ എത്രയുണ്ടോ അത്ര എനിക്കും കിട്ടണ്ടേ? അതായത് സമാസമം ഷെയർ ആയിരിക്കണ്ടേ? അനിയ, നിനക്ക് ഷെയർ വേണോടാ? അത് വാ തുറന്ന് നീ ചോദിക്കണ്ടേ? എടുത്തോ, എടുത്ത് ഉപയോഗിച്ചോ. ഈ കാശല്ല എന്റെ അച്ഛൻ്റെയാ. എന്റെ അച്ഛൻ നിന്റെ അച്ഛനാ. എടുത്തോ. ഇതാണ് ഇപ്പൊ അത്ര വലിയ ഡീല്. നോക്ക്, 50-50. ഇത് നിന്റെ 50, ഇത് എന്റെ 50. ഇത് 50-50 വേൾഡ് കപ്പ് പോലെ ആയല്ലോ. ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവസാനം കൈ കിട്ടിയില്ല.